എല്ലാം മായയാണ്, ഉച്ഛിഷ്ടമാണ്. പൗലോസ്ലീഹായുടെ ഫിലിപ്പിയർക്കുള്ള ലേഖനം 3-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു: എനിക്ക് ലാഭമായിരുന്ന എല്ലാം മിശിഹായെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. കാരണം മിശിഹായെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകുന്നു. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും, നിന്ദനങ്ങളും, അപമാനങ്ങളും, അപഹാസ്യങ്ങളും, തിന്മകളും, പീഡനങ്ങളും, ജീവത്യാഗങ്ങളും ഒരു ക്രിസ്ത്യാനി സഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഇത് തന്നെയാണ്: അവനെ പറ്റിയുള്ള ജ്ഞാനം എല്ലാറ്റിനും ഉപരിയായതുകൊണ്ട്. രണ്ടാമതായി, അവൻ എന്നെ, ഓരോ ക്രിസ്ത്യാനിയെയും, ഓരോ വ്യക്തിയെയും വിലയുള്ളവനായി കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നതുകൊണ്ട്. ആ ഓരോ വ്യക്തിക്കും വേണ്ടി അവൻ അപമാനങ്ങളും, പീഡനങ്ങളും, നിന്ദനങ്ങളും, കുരിശുമരണവും തന്നെയും സ്വീകരിച്ചതുകൊണ്ട്. ലോകത്തിൻ്റെ നേട്ടങ്ങളും സമ്പാദ്യങ്ങളും ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിന് മുമ്പിൽ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നൈമിഷികവും നിസ്സാരവുമാണ്. പൗലോസിൻ്റെ വാക്കുകളിൽ അത് ചണ്ടിയാണ്, ഉച്ഛിഷ്ടമാണ്. അത് നമുക്ക് യാഥാർത്ഥ്യമായത് ഒന്നും നേടിത്തരാൻ ഉപയോഗിക്കുന്നില്ല. എന്നാൽ വിശ്വാസത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവൻ അവനിലൂടെ എല്ലാം നേടുന്നു, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ഉടുവസ്ത്രം പോലും ഉപേക്ഷിച്ച് ദരിദ്രനായി ഇറങ്ങിത്തിരിച്ചത് ഈ ഒരു ജ്ഞാനം, അറിവ് മുൻനിർത്തിയാണ്. ഏതൊരു വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാലും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വിശുദ്ധ മദർ തെരേസ, വാഴ്ത്തപ്പെട്ട റാണി മരിയ, വിശുദ്ധ അൽഫോൻസ, വിശുദ്ധ ദൈവസഹായം, അങ്ങനെ വളരെ വലുതാണ് ആ ജീവത്യാഗികളുടെ ലിസ്റ്റ്. ഇന്ന് നാം പലപ്പോഴും വാശിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. എൻ്റെ വാശി നടക്കാത്തിടത്ത്, ഞാൻ തോൽക്കാൻ തയ്യാറാകാത്തിടത്ത് എൻ്റെ പരാജയമാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അത് ബാക്കിയുള്ളവർ അംഗീകരിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നു. മുയലിന് കൊമ്പില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ബാക്കിയുള്ളവർ അത് മനസ്സിലാക്കണം, അംഗീകരിക്കണം. എൻ്റെ മുയലിന് 3 കൊമ്പ് എന്നത് സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തളരുകയാണ്, തകരുകയാണ്. അതുമാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്നവർ, എൻ്റെ ബലഹീനതകൾ മുഴുവൻ അറിഞ്ഞിട്ടും എന്നെ താങ്ങുന്നവർ, അവരാണ് ശരിക്കും തകരുക. അത് ഞാൻ മനസ്സിലാക്കണം. അല്പം തോറ്റുകൊടുത്താൽ തീരാവുന്നതേയുള്ളൂ. എപ്പോഴും ശരിയാകണമെന്നില്ല എങ്കിലും. അപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹായെപ്പോലെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദൈവിക നന്മ പ്രാപിക്കാൻ, ക്രിസ്തുവിനെ വ്യക്തിപരമായും മുഴുവനായും അറിയാൻ, അവൻ്റെ പീഡാനുഭവത്തിലൂടെ കടന്ന് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയാൻ, കുരിശിൻ്റെ വഴിയിൽ 4-ാം സ്ഥാനത്ത് നാം പ്രാർത്ഥിക്കുന്നില്ലേ, ഈ ലോകത്തിലെ നിസ്സാരമായ സങ്കടങ്ങൾ നമുക്ക് നിത്യസൗഭാഗ്യം പ്രദാനം ചെയ്യുന്നുവെന്ന്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.